ഓണാട്ടുകരയുടെ ഒരു മുഖമുദ്രയാണ് കെട്ടുകാഴ്ചകൾ എന്ന് പറയുന്നത്. കെട്ടുകാഴ്ച ശരിക്കും പറഞ്ഞാൽ തേരുണ്ട്, കുതിരയുണ്ട്. ഇതിൻ്റെ രൂപത്തിൽ വരുന്ന ചില ചില്ലറ വ്യത്യാസങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ തേരും കുതിരയും എന്നൊക്കെ പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ചെട്ടുകുളങ്ങരയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഭീമനുണ്ട്, അത് പാഞ്ചാലിയുണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായ രൂപങ്ങളാണ് അവിടെ നമ്മൾ പ്രദർശിപ്പിക്കുന്നത്. മറ്റൊന്ന് കാളകെട്ടാണ്. അതുപോലെ ഓച്ചിറയിൽ 28ാം ഓണത്തിന് ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ കാളകെട്ട് നടക്കുന്നത് 28ാം ഓണത്തിന് ഓച്ചിറയിലാണ്. അപ്പോൾ ഇതെല്ലാം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിനെല്ലാം ഒരു തച്ചുശാസ്ത്രമാണ്. ഇതിപ്പോൾ ഒരു ദിവസം രാവിലെ അങ്ങോട്ട് പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെയല്ല നമ്മൾ ഒരു കെട്ടുകാഴ്ച ഉണ്ടാക്കുന്നത്. അതിനെന്ത് പക്കു വേണം, അതിന് എത്ര പൊക്കം വേണം, അതിൻ്റെ എത്രമാത്രം കച്ചി കൊണ്ട് തയ്യാറാക്കാവുന്ന വിധത്തിലായിരിക്കണം അതിന് വലിപ്പം നിശ്ചയിക്കേണ്ടത്, അതിന് ചട്ടം എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, അതിൻ്റെ ചക്രം എങ്ങനെയാണ് എത്ര വലിപ്പത്തിൽ വേണം, ഈ കാര്യം ഇതിനെല്ലാം കൃത്യമായി നിജപ്പെടുത്തിയ ചില തച്ചുശാസ്ത്ര വിധികളുണ്ട്. ആ തച്ചുശാസ്ത്ര വിധിപ്രകാരം മാത്രമേ നമുക്കത് ചെയ്യുമ്പോഴാണ് അതിൻ്റെ രൂപഭംഗി ഉണ്ടാകൂ, അത് കൃത്യമായി നമുക്ക് വലിച്ചുകൊണ്ട് പോകാൻ കഴിയൂ. അത് കാരണം നമുക്ക് നമ്മുടെ എരുത്തിലിൽ കുടമണി ഇരിക്കി നിൽക്കുന്ന ഒരു കാളയും നമ്മൾ ഈ കച്ചി കൊണ്ടുണ്ടാക്കുന്ന ഒരു രൂപവും തമ്മിൽ വളരെ സാദൃശ്യമുണ്ട്. രണ്ടും രണ്ടാണെന്ന് നമുക്ക് തോന്നില്ല. അപ്പോൾ ആ രീതിയിലാണ് അതിൻ്റെ നിർമ്മിതി. അതതിൻ്റെ ഒരു കലയുടെ കരവിരുതും കലയും കൂടി സമന്വയിക്കുകയാണ് അവിടെ. അപ്പോൾ അവിടെ തച്ചുശാസ്ത്രം വളരെ പ്രധാനമാണ്. അപ്പോൾ അതിനകത്തിൽ നമുക്കെന്നാൽ ഇച്ചിരി പൊക്കം കുറച്ച് കളയാം, നമുക്ക് ഈ ചാടിൻ്റെ വലിപ്പം കുറച്ച് കളയാം, ഇങ്ങനെ നമുക്കൊരു തീരുമാനം എടുക്കാൻ അവിടെ കഴിയില്ല. കാരണം അതിന് നിജപ്പെടുത്തിയ ചിട്ടപ്പെടുത്തിയ ചില നിബന്ധനകളും ചില നിയമങ്ങളും തച്ചുശാസ്ത്ര പ്രകാരം തന്നെയുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ വലിപ്പവും അതിൻ്റെ രീതിയും സമ്പ്രദായവും ഒക്കെ നിശ്ചയിക്കുന്നത്. അതുകൊണ്ടാണ് അത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പം തന്നെ ഈ ചെട്ടികുളങ്ങര അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. കാരണം അവിടെ ഒരു മത്സരമുണ്ട്. ഇപ്പം ചിലർക്കെങ്കിലും തോന്നും ഇട ഇപ്പം 13 കരക്കാരുടെ ഒരു മനസ്സാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ ഈ കുംഭഭരണിക്ക് ഈ കെട്ടുകാഴ്ചകളായി ഒരുങ്ങിയെത്തുന്നത്. അവരുടെ വലിയ അധ്വാനമാണ്, മാസങ്ങൾ നീണ്ടു നിൽക്കുന്നത്. ഇതിങ്ങനെ ഞങ്ങളുടെ കുതിരയാവട്ടെ കുറച്ചുകൂടെ പൊക്കത്തിൽ എന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ കൂമ്പിന് നീളം കൂട്ടുക, ഇതിൻ്റെ കൂടാരത്തിന് പൊക്കം കൂട്ടുക, ഇങ്ങനെയൊക്കെയുള്ള ചില സമ്പ്രദായങ്ങൾ ചില സമയത്ത് ഒരുപക്ഷെ അതിൻ്റെ കണക്ക് തെറ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രാവശ്യം ആ കുതിര ഇരിക്കുന്നിടത്തുനിന്ന് അല്ലെങ്കിൽ ആ കെട്ടുകാഴ്ച വലിച്ചാൽ നീങ്ങാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അത് വഴിക്ക് വെച്ച് അത് നിശ്ചലമാവുകയും അതിൻ്റെ മണ്ട ഒടിയുകയും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടാകും. കാരണം എന്താണ്, അതിന് കൃത്യമായ നീളം അനുസരിച്ച് തന്നെയാണ് അതിൻ്റെ ചട്ടം ക്രമീകരിക്കുന്നത്, അതിൻ്റെ ഇടക്കൂടാരം ഉണ്ടാക്കുന്നത്, ഇങ്ങനെ അതുപോലെ പ്രഭട വയ്ക്കുന്നത്, ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായ ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധന തെറ്റിക്കാൻ പാടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ തലമുറയിലുള്ള കുട്ടികൾ ചോദിക്കും, ഇത് കുറച്ചുകൂടെ പൊക്കം കുറച്ച് ചെയ്താൽ നമുക്ക് ഇപ്പം എല്ലാം വൈദ്യുതി ലൈനുകളാണല്ലോ, തലങ്ങും വിലങ്ങും വൈദ്യുതി ലൈനുകൾ പോകുന്നുണ്ട്. അപ്പോൾ ഈ കെട്ടുകാഴ്ച കൊണ്ടുപോകുന്ന ദിവസം ഈ ലൈൻ ഓഫ് ചെയ്യേണ്ടി വരും. സ്വാഭാവികമായി ഒരു ദിവസം മുഴുവൻ ഈ ലൈൻ ചിലപ്പോൾ ഓഫ് ചെയ്ത് വെക്കേണ്ടി വരും. അപ്പോൾ അത് ഈ പുതിയ കാലത്ത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതം നരകതുല്യമാക്കി മാറ്റുകയാണ്. കാരണം ഫ്രിഡ്ജ് പ്രവർത്തിക്കത്തില്ല, വീട്ടിൽ ലൈറ്റ് ഇല്ലാത്ത അവസ്ഥ. ഇപ്പം അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ വൈദ്യുതി ഉപയോഗിച്ച് ചില രോഗികൾക്ക് പോലും ചില ചികിത്സാ സംബന്ധമായിട്ട് ഇത് വേണ്ടി വരും. ഈ വൈദ്യുതി ഇല്ല എങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കുറച്ചല്ല. അപ്പം കുട്ടികളൊക്കെ, നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികൾ ചോദിക്കും, ഇതിനു വേണ്ടി ഇത്രയും പാടുപെടേണ്ട കാര്യമുണ്ടോ, ഇതിന് ഇച്ചിരി കൂടെ പൊക്കം കുറച്ചാൽ പോരെ? സ്വാഭാവികമാണ് അവരുടെ ചോദ്യം. പുതിയ കാലത്ത് നിന്നുകൊണ്ട് അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ കഴിയും. പക്ഷേ പൊക്കം കുറയ്ക്കുമ്പോഴുള്ള കുഴപ്പം, പൊക്കം കുറയ്ക്കുകയും അതിൻ്റെ ഭംഗി തന്നെ നഷ്ടപ്പെടും. ഇതൊരു കാഴ്ചയുടെ ഈ കരവിരുതൊരു കാഴ്ചയാണ്. അപ്പം നമ്മൾ ചെട്ടികുളങ്ങര കുംഭഭരണി അല്ലെങ്കിൽ ചുനക്കരയിലെ കെട്ടുകാഴ്ച കാണാൻ ആളുകൾ വരുന്നത് നയനമനോഹരമായ ഈ കാഴ്ച കാണാനാണ്. ഇതൊരു വലിയ കണ്ണിനും മനസ്സിനും കുളിർമ നൽകുന്ന ഒരു കാഴ്ചയുടെ അരങ്ങാണത്. അത് കാണുമ്പോൾ അത് കാണാൻ വരുന്നവരെ സംബന്ധിച്ചിടത്തോളം നമുക്കിഷ്ടമുള്ള പോലെ പൊക്കം കുറച്ചും നീളം കുറച്ചും വീതി കുറച്ചും ഒക്കെ നമ്മൾ ചെയ്ത് സൗകര്യത്തിലേക്ക് മാറ്റി കഴിയുമ്പോൾ അതിൻ്റെ രൂപവും ഭാവവും മാറും. അതാണ് അതിൻ്റെ പ്രത്യേകത, അതാണ് അതിൻ്റെ കുഴപ്പം.